തിരുവനന്തപുരം ജില്ലയിൽ 5 SHOമാരെയും വിവിധ സ്റ്റേഷനുകളിലായി 12ഓളം സിവിൽ പോലീസ് ഓഫീസർമാരെയുമാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 3-4 ദിവസത്തെ കൊണ്ടാൻ വേണ്ടി പോലീസിന്റെ കംപ്ലീറ്റ് ഗ്രൗണ്ട് സപ്പോർട്ട് പോയി കിടക്കുക. ലോ ആൻഡ് ഓർഡറിൽ ഫസ്റ്റ് ടൈം വെർജിന പേടിപ്പിച്ചേക്കരുത്. Let's not blow this out into the public now. ഈ പോലീസുകാരെ നടന്നു കാണാനായിട്ട് എല്ലാം നാറികൾക്കൊരു ഹര. 2 ASIമാരും ഒരു SI പ്രതികള്. സ്ഥിരം ടൈപ്പ് കേസില്ലാത്തതുകൊണ്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. 2 സ്റ്റേറ്റുകളുടെ ഇടയിലുള്ള കാര്യമല്ലേ. Protocols നോക്കല്ല. പുറത്തു വന്ന അവരും നാറും നമ്മളും നാറും. ഇപ്പോഴത്തെ ഈ നിലയും ജോലിയൊന്നും നീയോ നിന്റെ തന്തയോ കുടിച്ചെടുത്തുണ്ടാക്കിയൊന്നുമല്ല. പുറത്തറിഞ്ഞോ എല്ലാവരും തെറിക്കും. അതവര് പറയൂല സാറേ. ആരോട് എന്തരൊക്കെ പറയണോന്ന് നല്ല ബോധ്യമുള്ളവരാ. അപ്പോ ശരിക്കും കള്ളനും പോലീസും കളി തന്നെയായി. ആടിക്കളിക്കുന്ന മനസ്സാണല്ലോ മാർക്കൊക്കെ. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ചുമ്മാ ഒരു കഥ. ഏതായാലും ചേർത്തല പോലെ എറണാകുളം വരെ ഒന്ന് നമുക്ക് അടുപ്പിക്കാം. വടക്കോട്ട് കരുനാപ്പള്ളി കടന്നിട്ടില്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ കിട്ടും. ഇന്ത്യയിൽ തന്നെ ഇത്രയും റീസെന്റ് ഇൻസിഡൻസ് ഉണ്ട്. പിന്നെ എന്താ നിങ്ങളതപ്പോ പുറത്തു പറയാറുന്നത്? പിന്നെ നിന്നെപ്പോലെ ഇത്ര ഇൻസെൻസിറ്റീവ് ആയിരിക്കണം എന്നാണോ? ഞാനിത് ഒരു പേപ്പറിൽ എഴുതി തരാനും പോകുന്നില്ല, ഒരു എൻക്വയറിക്ക് വന്ന് സ്റ്റേറ്റ്മെന്റും തരാൻ പോകുന്നില്ല. ഒരു സ്ലിപ്പ് ആരുടെ വായിന്നും വന്നേക്കരുത്. ആവശ്യം വരാണെങ്കിൽ എക്സ്പെർട്സ് എവിടെ നിന്ന് വേണമെങ്കിലും വിളിപ്പിച്ചോളൂ. കേരള പോലീസാ? നാടലമ്പ സാറേ. ക്രിമിനൽസ് മാന്യത കാണിച്ചേ പറ്റൂന്ന് നമ്മൾ വാശി പിടിക്കരുത്.